ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇഡലിയും ചമ്മന്തിയും കേട്ടോ, തേങ്ങ അരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയേ. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. തേങ്ങയും കുറച്ച് നമ്മുടെ വറ്റൽമുളകും പിന്നെ കുറച്ച് പുളിയും ചേർത്ത് അരച്ചിട്ട് നമ്മൾ ചമ്മന്തി ആക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഇവിടെ ആക്കാറ്. പിന്നെ ചില സമയങ്ങളിൽ വെള്ളപ്പച്ചടി പറഞ്ഞിട്ട് ആക്കാറുണ്ട്. അത് മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് എരിവൊക്കെ കുറച്ചിട്ട് വെള്ളപ്പച്ചടി തേങ്ങയും ഉള്ളിയും മാത്രം കടഞ്ഞിട്ടൊരു പച്ചടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മോന് ഇന്ന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് മോന് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞ് നെയ്ച്ചോറാണ് കേട്ടോ മോന് ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ എന്താ വിശേഷം? എല്ലാവരും ഇവിടെ പല്ല് തേക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവരിങ്ങനെ കൂട്ടത്തോടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് രാവിലെ പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ ഇവിടെ തന്നെയായിരിക്കും. ഇതെൻ്റെ ചെറിയ ഒരു പ്ലാന്റാണ്, മണി പ്ലാന്റാണ്. ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ബോട്ടിലാട്ടാണ്. വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഇരിക്കാറില്ല, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. മണി പ്ലാന്റാണ് കേട്ടോ. പിന്നെന്താ, നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ പോവാം. ഇവിടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോൻ്റെ ചോറുമായി. അപ്പം ഞാനിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. തേങ്ങ പിന്നെ കുറച്ച് വറ്റൽമുളക് ഒരു നുള്ള് പുളിയും കൂടെ ചേർത്തിട്ട് അരച്ചിട്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് ഇപ്പോൾ എത്തും. മോൾക്ക് ചായ കൊടുക്കണം. പിന്നെ സ്കൂളിലേക്ക് കൊണ്ട് മറ്റുള്ള പരിപാടിയൊക്കെ റെഡിയാണ്. മക്കളെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇടാനൊക്കെ ഉണ്ട്, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ചൂട് ഇഡ്ഡലി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ ചായ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏട്ടന് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്നാക്കി കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തിയാണ്. ഇതാ മോളിൽ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. മോനാണെങ്കിൽ അപ്പുറത്ത് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അവനിനിയിപ്പോൾ പല്ലൊക്കെ തേച്ച് വരുമ്പോൾക്ക് ഏകദേശം ഒരു 8:30 മണിയാവും. ഇപ്പോൾ അവരൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾക്ക് കുറച്ച് സമയം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കേക്കുള്ള സാധനങ്ങളൊക്കെ മുറിച്ച് വെക്കാം. ഉച്ചക്കേക്ക് ഞാൻ മത്തൻ വറുക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ മുറിച്ചിട്ടായിരിക്കും അല്ലേ വെക്കാറുള്ളത്. ഞാനിങ്ങനെയാണ് കേട്ടോ മത്തൻ മുറിക്കാറുള്ളത്. ഓരോരാൾ ഓരോരോ പോലെയല്ലേ, ഓരോരോ ഇഷ്ടത്തിനല്ലേ ചെയ്യാറ്. അപ്പം മത്തൻ ഞാൻ വറക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് മത്തൻ ഇട്ടിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുപ്പ് കായുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വർത്താനം പറഞ്ഞതിലേ ആയിപ്പോയി. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ മത്തൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വിഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത്, പിന്നെ എന്താ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയത് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ വീഡിയോയിൽ, പൊട്ടിത്തെറിക്കുന്നുണ്ട് അങ്ങോട്ട്. മത്തനിട്ട് കൊടുക്കുക കേട്ടോ. അധികം വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ ഞാൻ മത്തൻ വെക്കാറുള്ളത്. അധികം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് ഉടഞ്ഞു പോകാറുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെള്ളം അങ്ങനെ വെക്കാറില്ല മത്തനിൽ. അതിൻ്റെ ആവിക്കിരുന്ന് വേകുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അങ്ങനെ തന്നെയാണ് കേട്ടോ. 2 പച്ചമുളകും പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ജസ്റ്റ് ഒന്നത് തിളച്ച് വന്നു. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ മക്കളെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവിടണം. പിന്നെ വേറവർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുറച്ച് എണ്ണയും നനച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ ഉണ്ട്.
ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് പറിച്ചിട്ട് വേണം ഇന്ന് ഉച്ചക്കേക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ എല്ലാവർക്കും? തമരയാണ് കേട്ടോ. ചിലർ നാട്ടിലൊക്കെ ഉണ്ടാവും, അതിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ, അങ്ങത്തോളം ഉണ്ടേ. പിന്നെ ഇതറിയില്ലേ, താള് എന്നൊക്കെ പറയും നമ്മളിവിടെ. നിങ്ങളവിടെ എന്നാ പറയുക? താളും പിന്നെ കപ്പക്കയും ചേർത്തിട്ട് ഇന്ന് ഞാൻ മോര് കറി ഉണ്ടാക്കാൻ വന്നു കേട്ടോ. അത് മുറിച്ചിട്ടുണ്ട്, അമ്മ മുറിച്ച് തന്നായിരുന്നു കേട്ടോ. കപ്പക്ക മുറിച്ചിട്ട് അതിലേക്ക് താളിൻ്റെ തണ്ട് ചെറുതായിട്ട് മുറിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ വീട്ടിൽ മതി കേട്ടോ, ഒറ്റ വീട്ടിൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിലേക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർക്കണം കേട്ടോ. കുറച്ച് മുരിങ്ങയും കൂടി ഇടുന്നുണ്ട്, മുരിങ്ങക്കായ ഇടുന്നുണ്ട് കേട്ടോ. ഒരു മുരിങ്ങക്കായ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മോരും കൂടി ഒഴിച്ച് നമ്മുടെ മോര് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. തിളച്ച് വരട്ടെ. ഇപ്പം എല്ലാവരും കപ്പക്കയും താളും വെച്ചിട്ട് മോര് കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കുറച്ച് ഉലുവയും ചേർത്ത് വറുത്തിടുന്നുണ്ട്. നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കൾ സ്കൂളിലേക്ക് പോയിട്ടോ, അച്ഛനവരെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ട്. എൻ്റെ ഉച്ചക്കത്തെ പരിപാടി ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ നേരത്തെ എല്ലാം ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ.